ശ്രീ മനോജ്, ഇങ്ങനെയൊരു കീ മാത്രമല്ല, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒരു ആശങ്കകളും ആവർത്തിക്കാൻ പാടില്ല. പക്ഷേ നിരന്തരമായി അത് പറയുമ്പോഴും വീണ്ടും പല സംഭവങ്ങളും ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ പൊതുസമൂഹത്തിന് മുഴുവൻ ആശങ്കയുണ്ടാകുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? വരും ദിവസത്തെങ്കിലും സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ ഒരു കാര്യം പറയാം. CBSE സിലബസ്, NCERT സിലബസ് ആണ് CBSE സ്കൂളുകളിലും കേരള സ്കൂളുകളിലും നടപ്പിലാക്കുന്നത്. അതാണ് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. NCERT സിലബസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലെയുള്ള വിഷയങ്ങൾ CBSE സിലബസ് അല്ലെങ്കിൽ NCERT സിലബസ് തന്നെയാണ് CBSE സ്കൂളുകളിലും കേരള സ്കൂളുകളിലും പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, നിലവാര തകർച്ച എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. നിലവാര തകർച്ച പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസം രാഷ്ട്രീയവൽക്കരിച്ചതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇനിയും നമുക്കിതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ട്. ഇത് പൊതുവിദ്യാഭ്യാസ മേഖല മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം വരുത്തുന്നതിന് സമഗ്രമായ ഒരു പഠനം ആവശ്യമാണ്. 2018 വരെ കേരള സിലബസിൽ ഈ പറഞ്ഞ സമീകരണ പ്രക്രിയയിൽ കേരള ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് വാരിക്കോരി നൽകിയെന്നുള്ള പരാതിയില്ല. 2018 ശേഷം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ചില പരീക്ഷാ സെക്രട്ടറിമാർ അധ്യാപകർക്കെതിരെ അനധികൃതമായ നടപടിയെടുത്തതിന്റെ ഫലമായി, അതായത് 1 മാർക്കിനും 2 മാർക്കും പുനർമൂല്യനിർണ്ണയത്തിൽ വ്യത്യാസം വന്നതിന്റെ ഫലമായി അധ്യാപകരെ ഭീഷണിപ്പെടുത്തി മാർക്ക് ഇടിപ്പിച്ചതാണ് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നതിന് വ്യക്തമായ തെളിവുണ്ട്. 2018 2 അധ്യാപകർക്കാണ് 1 മാർക്ക് വ്യത്യാസം വന്നതിന്റെ പേരിൽ നടപടിയെടുത്തത്. ഏത് വാല്യുവേഷനിലാണ് 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് വ്യത്യാസം വരാത്തത് ഞാൻ അവിടേക്ക് പോകുന്നില്ല. എനിക്ക് എൻട്രൻസിലേക്ക് വരാം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലോ അല്ലെങ്കിൽ CBSEയിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ പറഞ്ഞത്, കേരളത്തിൽ 1ാം റാങ്ക് കിട്ടുന്ന അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷ 1ാം റാങ്ക് കിട്ടുന്ന കുട്ടി 84ാം റാങ്കിലേക്കും 25ാം റാങ്കിലേക്കും പോകുന്നത് ചെറിയ മാറ്റമാണ് എന്ന് പൊതുസമൂഹം കരുതുന്നുണ്ടോ? അതൊരു ചോദ്യമല്ലേ? കേരള സിലബസിൽ പഠിച്ചതിന്റെ പേരിൽ 84-ൽ 85-ലേക്കും 25-ലേക്കും ഒക്കെ പോകുന്നു. 1100 റാങ്ക് കിട്ടിയ ഒരു കുട്ടി, കേരള സിലബസിൽ പഠിച്ച കുട്ടി 1800-ലേക്ക് കുറയുമ്പോൾ 1101 റാങ്ക് കിട്ടുന്ന CBSE വിദ്യാർത്ഥി 820-ലേക്ക് കുറയുകയും ചെയ്യുന്നത് നീതിയാണോ? അതാണ് നമ്മുടെ ചോദ്യം. ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതല്ലേ? ഇപ്പം മറ്റുള്ള ചർച്ചകളല്ല പറഞ്ഞത്. ഏത് വിദ്യാർത്ഥിയാണെങ്കിലും അവൻ അർഹമായി പഠിച്ചു കേടിയ എൻട്രൻസ് പരീക്ഷ ആരുടെയും സ്വാധീനമില്ലാത്തതാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അപ്പൊ എൻട്രൻസ് പരീക്ഷയിൽ മുഴുവൻ മാർഗം കിട്ടിയ കുട്ടി എൻട്രൻസ് പരീക്ഷ മാത്രം കണക്കാക്കിയാൽ അവനെ എന്തിനാണ് പിന്നാക്കം കൊണ്ടുപോകുന്നത് എന്ന് മാത്രമാണ് ചോദ്യം. അപ്പൊ അതിനനുസരിച്ച് സർക്കാർ ഇതിനെക്കുറിച്ച് വിദഗ്ധമായി പഠനം നടത്തണം. അല്ലെങ്കിൽ ഒരു സമീകരണ പ്രക്രിയയുടെ ആവശ്യമുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ സമീകരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം നടപ്പിലാക്കാത്ത ഈ സമീകരണം കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിലവിൽ ഞങ്ങൾ കോടതിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിലവിൽ കുട്ടികൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല എങ്കിൽ എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലെങ്കിലും റാങ്ക് നിശ്ചയിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി കിട്ടണം എന്ന് തന്നെയാണ്.